എല്ലാവരും ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് നമ്മൾ ഓൾറെഡി ടൈപ്സ് ഓഫ് paints and varnishes we have completed. Plastic tires types, characteristics and properties of PVC that we have completed. Then advantages and limitations of using plastic on environment that we have completed. Then characteristics and properties, uses of rubber നിങ്ങൾ റെഫർ ചെയ്യുക. അതായത് യൂസസ് എന്നുള്ള ഒരു പ്രോബ്ലം റബ്ബറിന്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ആൻഡ് പ്രോപ്പർട്ടി നമ്മൾ മെഷീനിൽ യൂസ് ചെയ്യുന്നു, ഷോക്ക് അബ്സോർബറിൽ യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഇനി അടുത്ത അലുമിനിയം ഉണ്ട്, അത് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് മുന്നേ നമുക്ക് ഗ്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ടൈപ്സ് ഗ്ലാസ് എന്നുള്ള പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 നിങ്ങളുടെ സിലബസ് പറഞ്ഞില്ല. ഐഡന്റിഫൈ ദ ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് യൂസസ് ഓഫ് ഗ്ലാസ്, എക്സ്പ്ലെയിൻ ദ ഗ്ലാസ് യൂസ്ഡ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഗ്ലാസ്? Adulya Raj, read the first line. Adulya Raj, you can read out the first line. Adulya Raj. Super cooled solution of Okay. A glass is a super cooled solution of various metallic silicate having infinite viscosity. Viscosity എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് സൂപ്പർ കൂൾഡ് സൊല്യൂഷൻ ആണ്. അത് സൂപ്പർ കൂൾ ചെയ്താണ്. എന്തിനാ സൂപ്പർ കൂൾ ചെയ്തു? വാരിയസ് മെറ്റാലിക് സിലിക്കേറ്റ്, പലതരത്തിലുള്ള മെറ്റാലിക് സിലിക്കേറ്റിനെ സൂപ്പർ കൂൾ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. സൂപ്പർ കൂൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം അത് ചൂടാക്കും അല്ലെ, സിലിക്കേറ്റ്സിനെ ചൂടാക്കുന്നുണ്ട്. 800 മുതൽ 950 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഒരു ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ട് സൂപ്പർ കൂൾ ചെയ്യും. അങ്ങനെ കിട്ടുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറഞ്ഞു? ഗ്ലാസ്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് സിലിക്കയിൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. മെറ്റാലിക് സിലിക്കേറ്റ്സ് ആണ്, അതിനെ ഉരുക്കി സൂപ്പർ കൂൾ ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. Then what are all the different properties of glass? It is available in beautiful colors. പല കളറുകളിൽ ലഭ്യമാണ്. നമുക്കറിയാം കുപ്പികൾ എന്ന് പറയുന്നത് പല കളറുകളിൽ ലഭ്യമാകുന്നു. ഹാർഡ് ആൻഡ് എക്സ്ട്രീംലി ബ്രിട്ടിൽ. Then it is amorphous ആണ്, അതായത് ഒരു ഡെഫിനിറ്റ് ആയ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അതിനില്ല. അതിന്റെ സ്ട്രക്ചർ വൈസ് നോക്കാം, ഇറ്റ്സ് ആൻ amorphous type of structure. Then transparent and transparent, നമുക്ക് ഒരു വശത്ത് നോക്കിയാൽ മറ്റേ വശത്തേക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. Can absorb, refract, then reflect and transmit light. Light in the properties, light absorbing, refraction ഉണ്ട്, reflection ഉണ്ട്, then it can transmit also. അതുപോലെ ഗ്ലാസിന് ഒരു ഡെഫിനിറ്റ് ആയിട്ട് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല എന്നാണ്. ഇറ്റ് മേ വാരി, അതൊരു റേഞ്ച് ആണ് മെൽറ്റിംഗ് പോയിന്റ്. അതാണ് നമ്മൾ റേഞ്ച് പറഞ്ഞത്. 800 to 950 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിന്റ്. ഇറ്റ്സ് എ റേഞ്ച്, റൈറ്റ്? Then it is an excellent electrical insulator. ഇലക്ട്രിക്കലി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻസുലേറ്റർ ആണ്. എല്ലാ എന്താ പറയണത്, അത് കണ്ടക്ട് ചെയ്യുന്നില്ല. നോട്ട് ഈസിലി അറ്റാക്ട് ബൈ കെമിക്കൽസ്, കെമിക്കൽ അറ്റാക്ക് ഇല്ല. പോസിബിൾ ടു വെൽഡ് ഗ്ലാസ് പീസസ് വഴി ചൂടാക്കിയിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫ്യൂഷൻ വെൽഡിങ് നടക്കും. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ആൽക്കലീസ്, പക്ഷെ ആൽക്കലി കാരണം ഇറ്റ് ക്യാൻ ബി എഫക്റ്റഡ് എന്നാണ്. നോട്ട് യൂഷ്വലി ബൈ വാട്ടർ കൊണ്ടോ എയർ കൊണ്ടൊന്നും ഒരു ഗ്ലാസിനെ തകർക്കാൻ വേണ്ടി പറ്റില്ല. ആൽക്കലി can do something. Then uses of glass. A lampshade, ഇതുപോലെ furnitures, bathroom fittings, vehicle glasses, goggles, കണ്ണടകളിൽ, medicine bottles, furniture. Then again same point is repeated here. ലാമ്പിന്റെ ഷെയ്ഡിൽ ഉപയോഗിക്കും. Then photographic developments ഉപയോഗിക്കും. prisms, lenses, mobile screen, laboratory equipment. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതാ. ഗ്ലാസ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? നോർമലി 4 ഗ്ലാസ് ഉള്ളത്. സോഡ ലൈം ഗ്ലാസ്, പൊട്ടാഷ് ലെഡ്, കോമൺ ഗ്ലാസ്. അതിൽ സോഡ ലൈം ഗ്ലാസ് എന്ന് പറഞ്ഞത് അതിന്റെ കെമിക്കൽ പഠിക്കുക. സോഡിയം സിലിക്കേറ്റും ഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമാണ് സോഡ ഗ്ലാസ് എന്ന് പറഞ്ഞത്. വളരെ ഈസിലി ഫ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്ലാസ് ട്യൂബ്സ്, വിൻഡോ ഗ്ലാസ്, പ്ലേറ്റ് ഗ്ലാസ്, ലബോറട്ടറി എക്യുപ്മെന്റ്സ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന സോഡ ലൈം ഗ്ലാസ് കൊണ്ടാണ്. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അതിൽ പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ബൊഹീമിയൻ ഓർ ഹാർഡ് ഗ്ലാസ് എന്ന് അറിയപ്പെടുന്ന സാധനം പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറഞ്ഞു. Instead of sodium silicate, here we are using the potassium silicate. Potassium silicate and calcium silicate here fusing it at a high temperature. We are getting, then supercooling it, we are getting potash lime glass, combustion tubes, then glass for heating operation. Then they are hard glass. Potash lime glass are hard.
ഓക്കെ, ടെമ്പറേച്ചറായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then comes the flint glass അല്ലെങ്കിൽ പൊട്ടാഷ് lead glass. Here instead of calcium silicate we are using potassium silicate and lead silicate. കെമിക്കലി ചെറിയ വ്യത്യാസം. ഫ്യൂസസ് ഈസിലി, നമ്മുടെ സിലിക്കേറ്റിന്റെ ചൂടാക്കിയിട്ട് സൂപ്പർ ക്ലൂകൾ ചെയ്ത സാധനമാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഫ്യൂസസ് ഈസിലി, ലസ്റ്റർ, നല്ലൊരു തിളക്കം ഉണ്ടാകും, ഗ്രേറ്റ് റിഫ്രാക്റ്റീവ് പവർ, നല്ല ഒരു തിളക്കൂല ഗ്ലാസ് ആക്ച്വലി പൊട്ടാഷ് lead glass എന്ന് പറയുന്നത്. Manufacture of artificial gems we can use it. Then electric bulbs we can use it. ഓക്കെ, അപ്പോ പൊട്ടാഷ് lead glass നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് ബൾബ് ഉണ്ടാക്കാൻ ലെൻസ്, പ്രിസം. നോർമലി പ്രിസത്തിലാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്, ഫ്ലിന്റ് ഗ്ലാസ് എന്ന് പറഞ്ഞത്. പ്രിസത്തിൽ സാധാരണയായി കാണുന്നു, ഇലക്ട്രിക് ബൾബുകളിലും അങ്ങനെ ചില ലെൻസുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് എന്ന് പറയും. അതാണ് പൊട്ടാഷ് lead glass എന്ന് പറയുന്നത്. ഇനി കോമൺ ഗ്ലാസ്, നമ്മുടെ കുപ്പി ബോട്ടിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമൺ ഗ്ലാസ്, സോഡിയം സിലിക്കേറ്റ്, കാൽസ്യം സിലിക്കേറ്റ്, അയൺ സിലിക്കേറ്റ്. നിങ്ങൾ പഠിക്കേണ്ടത് മെയിൻ ആയിട്ട് അതാണ്. അതുപോലെ എവിടെ ഉപയോഗിക്കുന്നു, മെഡിസിൻ ബോട്ടിൽസിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് കോമൺ ഗ്ലാസ് അല്ലെങ്കിൽ ബോട്ടിൽ ഗ്ലാസ്. ഈ ടൈപ്സ് ഓഫ് ഗ്ലാസ് യൂസ്ഡ് ഫോർ ഗ്ലാസിംഗ്, നമ്മൾ ഗ്ലാസിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഗ്ലേസിംഗ് പർപ്പസിൽ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ ഏതൊക്കെയാണ്? ഇതർ ഫ്ലോട്ടിംഗ് ഗ്ലാസ്, ലാമിനേറ്റഡ് ഗ്ലാസ്, യുവി റെസിസ്റ്റന്റ് ഗ്ലാസ്, റെയിൻഫോഴ്സ്ഡ് ഗ്ലാസ് ആൻഡ് റിഫ്ലക്റ്റീവ് ഗ്ലാസ്. ഇതാണ് നോർമലി. മറ്റതൊക്കെ നമ്മുടെ മറ്റു പർപ്പസിനാണ്, നമ്മൾ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഫ്ലോട്ടിംഗ് ഗ്ലാസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലോട്ടിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത്. വളരെ ട്രാൻസ്പാരന്റ് ആയ, മോണോലിത്തിക് ആയ, അത് മോണോലിത്തിക് എന്ന് പറയുന്നത് അതിന്റെ എങ്ങനെയാണ് ആ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്ലോയിങ് മോൾട്ടൺ ഗ്ലാസ് ഓവർ എ ബാത്ത് ഓഫ് മോൾട്ടൺ ടിൻ ആൻഡ് സ്ലോലി കൂളിംഗ്. അതായത് മോൾട്ടൺ, ഒരു ചൂടാക്കി ഒഴുക്കിയ ഗ്ലാസിനെ ഒരു മോൾട്ടൺ ടിന്നിൽ, ഓക്കെ, ആ ഒരു മോൾട്ടൺ ടിന്നിന്റെ ബാത്തിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പാസ് ചെയ്തുകൊണ്ട് സ്ലോലി കൂൾ ചെയ്യും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന സാധനമാണ് ഫ്ലോട്ടിംഗ് ഗ്ലാസ്. ഇൻഡപ്തിലും നമ്മൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വിൻഡോസിലും ഡോറിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലോട്ടിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത്. ലാമിനേറ്റഡ് ഗ്ലാസ്. ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത് മെയ്ഡ് ബൈ സാൻഡ്വിച്ചിങ് ടു ഗ്ലാസ് പ്ലേറ്റ്സ് വിത്ത് ഹൈ റെസിസ്റ്റന്റ് പ്ലാസ്റ്റിക് സ്കിൻ. ലാമിനേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് പീസ് എടുത്തിട്ട് ഒരു ഹൈലി റെസിസ്റ്റന്റ് ആയ പ്ലാസ്റ്റിക്കിന്റെ സ്കിൻ അതിന്റെ നടുക്കത്ത് നമ്മൾ സാൻഡ്വിച്ച് ചെയ്യും. സാൻഡ്വിച്ച് എല്ലാവരും കഴിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള സാധനമാണ് അത്. ഫക്കൈഡ്സിൽ, ബാൽക്കണീസിൽ, ഗാർഡ് റെയിൽസിൽ, പാർട്ടീഷൻ, ഷോക്കേസ്, ഫ്ലോറിംഗ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സാധനം ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. റൈറ്റ്. ദെൻ യു വി റെസിസ്റ്റന്റ് ഗ്ലാസ്. ഇതാണ് യു വി റെസിസ്റ്റന്റ്, അൾട്രാ വയലറ്റ് രശ്മികളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഗ്ലാസുകൾ എന്ന് പറഞ്ഞ ഗ്ലാസ് ആണ്. അത് നിർമ്മിക്കുന്നത്, അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക. ലബോറട്ടറി റിസർച്ച് സ്പേസിലൊക്കെ ഉപയോഗിക്കുന്ന യു വി റെസിസ്റ്റന്റ് ഗ്ലാസുകൾ. റീഇൻഫോഴ്സ്ഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ മെഷ് ഉപയോഗിച്ചിട്ട്, ഗ്ലാസിനോടൊപ്പം ഒരു സ്റ്റീൽ മെഷ് കൂടി ഉപയോഗിച്ചിട്ട് അതിന്റെ സ്ട്രോങ്നെസ് കൂട്ടുന്നു. റീഇൻഫോഴ്സ്ഡ് ഗ്ലാസ്, റീഇൻഫോഴ്സ്ഡ് വിത്ത് സം സ്റ്റീൽ, ദാറ്റ് ഈസ് പാർട്ടീഷൻ വാൾ, എക്സ്റ്റേണൽ വാൾ, ദെൻ ഒഷീൻ വാളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന റീഇൻഫോഴ്സ്ഡ്. പിന്നെ റിഫ്ലക്റ്റീവ് ഗ്ലാസ് എന്ന് പറഞ്ഞത് ഫക്കേഡ് ഗ്ലേസിംഗിന് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഫക്കേഡ് ഗ്ലേസിംഗ്സ് ആണ് ഈ കാണുന്നത്. ഫക്കേഡ്, ഇതാണ് ഫക്കേഡ് ഗ്ലാസിംഗ്സ് എന്ന സാധനം. അപ്പോ ഓർഡിനറി ഫ്ലോട്ട് ഗ്ലാസ് വിത്ത് മെറ്റാലിക് കോട്ടിംഗ്. ഓർഡിനറി ഫ്ലോട്ട് ഗ്ലാസ് തന്നെയാണ്, ഒരു മെറ്റാലിക് കോട്ടിംഗ് അതിന്റെ പുറത്തുണ്ടാവും. അപ്പോ റിഫ്ലക്സ് ആൻഡ് ക്രിയേറ്റ്, ഒരു മിറർ പോലെ ആക്ട് ചെയ്യും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലൈറ്റിനെ കടത്തി വിടാതെ ഒരു മെറ്റാലിക് കോട്ടിംഗ് ഉള്ളതുകൊണ്ടില്ല, ഒരു മിറർ എഫക്ട് കിട്ടും. നല്ല എസ്തറ്റിക് അപ്പിയറൻസ് ആണ്. വലിയ വലിയ നല്ല ബിൽഡിംഗ്സിലൊക്കെ നമ്മൾ എന്താ വെച്ചാൽ അതിന്റെ ഫക്കേഡിലായിട്ട് ഫക്കേഡ് ഗ്ലേസിംഗ്സ് കൊടുക്കും. ആ ഫക്കേഡ് ഗ്ലേസിംഗ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് റിഫ്ലക്റ്റീവ് ഗ്ലാസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സം ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് യൂസ് ഫോർ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ. ഇതൊക്കെ നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്തിട്ട് പഠിക്കുക. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എന്താണ്, ഫൈബർ ഗ്ലാസ്, ഫ്ലോട്ട് ഗ്ലാസ്, ഫ്ലോം ഗ്ലാസ്, ദെൻ ഗ്ലാസ് ബ്ലോക്ക്, ഹീറ്റ് എക്സ്ക്ലൂഡിംഗ് ഗ്ലാസ്, ഒബ്സ്ക്യൂർഡ് ഗ്ലാസ്, പെർഫറേറ്റഡ് ഗ്ലാസ്, സേഫ്റ്റി ഗ്ലാസ്, ഷീൽഡിംഗ് ഗ്ലാസ്, സൊല്യൂബിൾ ഗ്ലാസ്, സ്ട്രക്ചറൽ ഗ്ലാസ്, യുവി റേ ഗ്ലാസ്, വയേർഡ് ഗ്ലാസ്. ഇത്രയും കാര്യങ്ങൾ സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് ഗ്ലാസ് ആണ്. ഇത് നിങ്ങൾ റെഫർ ചെയ്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് ഗ്ലാസ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് അടുത്ത പാർട്ടിലോട്ടാണ്. സമയം എത്രയായത്? 12:07 we have time. Okay, നമുക്കൊരു 12:30 we can end the class.